ഈ മൂർഖനും അണലിയും തമ്മിൽ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ വ്യത്യാസം എന്താ അവരുടെ പെരുമാറ്റത്തില്? അണലി ഭയങ്കര ഡേഞ്ചറാ. രണ്ടും വെനമസ് ആണെങ്കിലും അണലി എന്ന് പറയുന്നത് ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവാണ് അണലി. അണലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അണലിയുടെ വാലിന്റെ അടുത്ത് നമ്മൾ നിന്നാലും ഇതിന് 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഇത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് ചാടിക്കടിക്കും. കോബ്ര അങ്ങനെ ഒന്നും ചെയ്യൂല. കോബ്രയുടെ പുറത്ത് നമ്മൾ ചവിട്ടുവങ്ങാനും ചെയ്യുമ്പോൾ അതിന്റെ ശരീരം വേദനിക്കുമ്പോൾ മാത്രമാണ് അത് വെനം ഇഞ്ചെക്ട് ചെയ്ത് കടിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഇരയെ എടുക്കുമ്പോഴാണ് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. പക്ഷേ അണലി അങ്ങനെയല്ല. അണലിയുടെ അണലി വളരെ മീൻസ് നമ്മുടെ ഹിന്ദിയിൽ ദബോയ്യ റസലി എന്ന അണലിയുടെ ഇത് പറയുന്നത് ശാസ്ത്രീയ നാമം. ദബോയ്യ എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയ നാമം ദബോയ്യ റസലിയാണ്. പക്ഷെ ദബോയ്യ എന്ന് പറഞ്ഞാൽ ഹിന്ദി വാക്കാണ്. അതെ, പതുങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ അമങ്ങിക്കിടക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മണ്ണിന്റെ കളറുമാണ് ആളിന്. അപ്പൊ ഇതിങ്ങനെ തല താഴ്ത്തി വെച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് പതുങ്ങി കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്തുകൂടി പോയാൽ തന്നെ ഇത് ചാടിക്കടിക്കും. പക്ഷെ മൂർഖമാമ്പ് ഒരിക്കലും അങ്ങനെ കടിക്കൂല. പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാടി കടിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ടാണ് കടിക്കുന്നത്. അതെ, പേടിച്ചിട്ട് കടിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ശരീരം വേദനിക്കണമെന്നില്ല. ഇല്ല. പക്ഷെ മൂർഖമാമ്പ് അങ്ങനെ കടിക്കും. ഭയങ്കര അഗ്രസീവാണ്. പക്ഷെ പേരുദോഷം മുഴുവൻ മൂർഖനാ അല്ലേ? അതെ അതെ. നമുക്ക് റെസ്ക്യൂ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അണലിയാണ്. കാരണം ഇത് നമ്മള് അധികം നമ്മൾ വാല്യ പിടിക്കൂല. മൂർഖനൊക്കെ നമ്മൾ വാല്യ പിടിക്കും. അണലിയെ നമ്മൾ വാല്യ പിടിക്കൂല. വാല്യ പിടിച്ചാൽ കറങ്ങി തിരിച്ച് നമ്മളെ കടിക്കും. അപ്പൊ ഈ ഹുക്ക് കൊണ്ട് മാത്രമാണോ ഇവനെ പിടിക്കാൻ പറ്റുക? ഹുക്ക് കൊണ്ട് നമ്മള് പിന്നെ ഇച്ചിരി വലിയ സൈസൊക്കെ ആണെങ്കിൽ അധികം മൂവ്മെന്റ്സ് കുറവായിരിക്കും. അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല, കിടക്കും, അമങ്ങി കിടക്കും. അപ്പൊ നമ്മൾ വളരെ സ്ലോലി ഈ സ്റ്റിക്ക് പതുക്കെ വെച്ച സ്റ്റിക്കിൽ തന്നെ ഇങ്ങനെ കോരി എടുത്ത് ആ ബാഗിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുമ്പോ അളം കയറി പോവും. അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് കുറെ. ഇങ്ങനെ ഈ കോരുമ്പോഴാവും പ്രതിഷേധിക്കില്ലേ? ഇല്ല ഇല്ല, വലിയ പ്രശ്നം ഉണ്ടാക്കൂല. നമ്മൾ അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അണലിയുടെ മുഖം കാണുമ്പോ തന്നെ നമുക്കൊരു ഭയം തോന്നും. അതിന്റെ ഒരു ക്രൂര മുഖമാണ്. പക്ഷെ മൂർഖനൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു പത്തിയൊക്കെ എടുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. എനിക്കൊന്നും അത്ര ഭംഗി തോന്നിയിട്ടില്ല.